നാളെ ഒരാൾ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? നമ്മൾ ആദായ നികുതി അടയ്ക്കണം, അതിൻ്റെ കാറ്റഗറിയൊക്കെ എങ്ങനെയാണ് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് രാജ്യത്തിന് ഒരു ഉപകാരപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്? ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ആരെ സമീപിക്കണം, എങ്ങനെ സമീപിക്കണം, എത്രമാത്രം ധനം കരുതിയിരിക്കണം? ഇത് മണി ചെയിനുമായിട്ട് എന്തെങ്കിലും സാമ്യതയുണ്ടോ? എന്താണ് ഈ ബയോട്ടോറിയം? അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ഇവയൊക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ഇതിൻ്റെ എക്കണോമിക്കൽ ബെനിഫിറ്റ്സും നാട്ടുകാർക്ക് എങ്ങനെ ഉപകാരപ്പെടും, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് ചെരിപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാരലൽ കോളേജ് PSC അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ചോദ്യകർത്താവിൻ്റെ ചോദ്യം, ഈ ബയോട്ടോറിയം എന്താണ്, അതിൽ നമ്മുടെ പ്രോഡക്റ്റ് എടുത്താൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, മറ്റ് പൊതുജനങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഗുണം എന്നായിരുന്നു ചോദ്യം. അതിൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം, അതായത് ഈ ബയോട്ടോറിയത്തിൻ്റെ ഉപഭോക്താവ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം, ഈ ബയോട്ടോറിയം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പ്രോഡക്റ്റാണ് നമുക്ക് അലോ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ബെഡ്, പില്ലോ പാഡ്, റിസ്റ്റ് ബാൻഡ്, അതുപോലെ തന്നെ വാട്ടർ എനർജി പാഡ്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ 220 പരം വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയും, അത് വരാതിരിക്കാനും കൂടാതെ ഇപ്പോൾ രോഗം മൂലം വിഷമിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസമായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിപ്പോൾ 2 മാസത്തോളമായി ഇതിൽ ജോയിൻ ആയിട്ട്. ഞാൻ 8 നാൾ കൊണ്ട് പ്രോഡക്റ്റ് എടുത്താണ് ജോയിൻ ആയത്. അതിൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് എനിക്കതിൻ്റെ ഗുണങ്ങൾ ഉണ്ട്. സ്വാഭാവികമായും മറ്റുള്ളവർ, അതായത് മറ്റുള്ള എൻ്റെ കൂട്ടുകാരോ മറ്റുമൊക്കെ ചോദിച്ചതിൻ്റെ ഭാഗമായി അവർക്കും ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരിപ്പോൾ ഏകദേശം 6ഓളം പേര് ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2019 കൊറോണ സമയത്ത്, ഇന്ത്യയിൽ ഇത് വ്യാപകമായി വരുന്നത് അപ്പോഴാണ്. കൊറോണ സമയത്ത് മുംബൈയിൽ, അതായത് ഇതിൻ്റെ നമുക്കൊരു MD ഉണ്ട്, ഡോക്ടർ സാഗർ ജോഷി സാർ എന്നാണ് പേര്. അപ്പോൾ ആ സമയങ്ങളിൽ, കൊറോണ സ്പ്രെഡിങ് ചെയ്യുന്ന സമയങ്ങളിൽ മുംബൈയിലെ ചേരികളിൽ വളരെ വല്ലാത്ത രീതിയിൽ ഇത് സ്പ്രെഡിങ് ആവുകയും വ്യാപിക്കുകയും രോഗികൾക്ക് ഈ ഓക്സിജൻ സപ്പോർട്ടിൻ്റെയും ബ്ലഡ് സർക്കുലേഷൻ്റെയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ഈ പ്രോഡക്റ്റുകൾ അവിടെ നൽകുകയും അതിൻ്റെ ഭാഗമായി മികച്ച റിസൾട്ടുകൾ, അതായത് കൂടുതൽ പടർന്ന് പിടിക്കാതെയും അതുപോലെ രോഗികൾക്ക് ഈ ഓക്സിജൻ സപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെയും പ്രശ്നങ്ങൾ വരാതിരിക്കാനും കഴിയുകയും തുടർന്നാണ് കേന്ദ്ര ഗവൺമെൻറ് 2000 പരം ഡോക്ടർമാരെ വിവിധ വകുപ്പുകളിലായുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലായുള്ള ഡോക്ടർമാരെ അവിടെ പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പഠിച്ച് സർട്ടിഫൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം, അതുപോലെ തന്നെ MSME, കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി, അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്ട്രി ഒക്കെ ഇതിന് വ്യക്തമായ അംഗീകാരം കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഡയറക്റ്റ് സെല്ലിംഗ് രീതിയിലാണ് ഇതിപ്പോൾ ചെയ്യുക. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഉപഭോക്താവ്, അതായത് ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നതിന്, അതായത് മറ്റ് പരസ്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ഡെയിലി TV കാണുന്നവരും അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും ഫേമസ് പേഴ്സണെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ നടനെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരത്തെയോ അണിനിരത്തി ഒരു പരസ്യം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ദിവസം 10 തവണ അത് കാണും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്യാച്ച് അപ്പ് ഉണ്ടാവും. പക്ഷേ ഇവിടെ സിസ്റ്റം എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആകുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു ചേട്ടനായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്നോട് പറയുന്നു, അതായത് ഇങ്ങനെ ഒന്ന് വരണം, ഒന്ന് കേട്ട് നോക്കണം എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്താണ് ചോദിക്കുന്നത്. ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ ശേഷം സമയം കണ്ടെത്തി അവിടെ പോകുന്നു. അവിടെ പോയപ്പോൾ ഞാൻ കേൾക്കുന്നത് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. സ്വാഭാവികമായും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഞാനത് ഒരാഴ്ചക്കകം പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. അതിലൂടെ എനിക്കതിൻ്റെ ബെനിഫിറ്റ്, അതായത് ഹെൽത്ത് ബെനിഫിറ്റും മറ്റും കിട്ടുകയും തുടർന്ന് എൻ്റെ, അതായത് ഞാൻ പറഞ്ഞ ആൾക്കാർ, എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ, അതായത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പൂർണ്ണമായും വിശ്വാസമുള്ള ആൾക്കാരോട് ഇത് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരിങ്ങോട്ട് സംസാരിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അതായത് അതിന് നമ്മൾ പറഞ്ഞ പേരാണ് വർക്ക് എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ആരായാലും അതായത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, അതാണ് അടിസ്ഥാന കാര്യം. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. എന്ന് വെച്ചാൽ വർക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്, അത് അപ്ലൈൻമാർ, ഇപ്പോൾ എനിക്ക് അപ്ലൈൻമാർ കാണും, അതുപോലെ ഞാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഡൗൺലൈനായിട്ട് കാണും. അപ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ സഹകരിച്ചുകൊണ്ട് വർക്ക് കൊടുത്ത് അത് ഒരു കുറഞ്ഞതൊരു 1.5 മണിക്കൂറെങ്കിലും വേണം. അതായത് വർക്ക് മാത്രം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡെമോ അടക്കമാണ്. അതായത് നമ്മുടെ ഈ മൊബൈൽ ഫോൺ റേഡിയേഷനും മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് നിയമസാധ്യതയും അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ജോയിൻ ആകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, KYC എന്നുള്ള സംഭവം, അതായത് ജോയിൻ ആവുന്ന ആളുടെ മുമ്പ് വെച്ച് തന്നെ ഇത് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഉള്ള ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. അതുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നോർമലി ഇത് നമ്മൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഇത് ജോയിൻ ആവുന്ന പ്രോഡക്റ്റ് വാങ്ങിച്ച് ജോയിൻ ആവാൻ പറ്റൂ, അത് മറ്റൊരു കാര്യം. 2 തരത്തിലുണ്ട്, ബിസിനസ് കാറ്റഗറി ഉണ്ട്, പേഷ്യൻ്റ് കാറ്റഗറി ഉണ്ട്. ഇവിടെ ചോദിച്ച ഈ എക്കണോമിക് മോട്ടീവ് ആകുമ്പോൾ അത് എന്താണ്, ബിസിനസ് കാറ്റഗറി ആവും. കമ്പനി പറയുന്നത് അങ്ങനെയാണ്, ബിസിനസ് കാറ്റഗറിയും പേഷ്യൻ്റ് കാറ്റഗറിയും. പേഷ്യൻ്റ് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ അതിന് സാറ്റിസ്ഫൈ ആയാൽ മതി. ബിസിനസ് കാറ്റഗറി ആകുമ്പോൾ ഇന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം. കാരണം ഇത് അല്ലാതെ പരസ്യങ്ങളോ മറ്റ് രീതികളോ ഇല്ല. ഉപഭോക്താവ് മേടിക്കുന്ന ആളിൻ്റെ വിശ്വാസം, ആ വിശ്വാസമാണ് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്ത് പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയുകയും അത് ചോദിക്കും. കാരണം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടി. അപ്പോൾ അയൽവക്കക്കാരോ എൻ്റെ ബന്ധുക്കളോ ചോദിക്കും, ഇപ്പോൾ എന്താണ് പിന്നെ പ്രവീണ കാര്യങ്ങൾ, ഇത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്ത് ചെയ്യുക, അവരുമായി സംവദിക്കുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരും അങ്ങനെ എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിലും ഓൾ ഇന്ത്യ ലെവലിലും ഒരുപക്ഷെ വിദേശത്തോടക്കം ഈ പ്രോഡക്റ്റിൻ്റെ വ്യാപനം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുള്ളതിൽ ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കളായി മാറുന്നു. അതിൽ തന്നെ ഹയർ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, പിന്നെ സാധാരണക്കാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പിന്നെ എന്താ പറയുക, ഡോക്ടർമാരടക്കം, ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരടക്കം, കടക്കിലൊക്കെയുള്ള ഡോക്ടർമാരടക്കം അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ജോയിൻ ആവുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ അപ്പോൾ അലോപ്പതി ചികിത്സയും ആയുർവേദ ചികിത്സയും ഒക്കെ പരമ്പരാഗതമായുണ്ട് ഇവിടെ. പക്ഷേ ആ പരമ്പരാഗതമായി നിൽക്കുന്ന ചികിത്സാ രീതികൾ നിലനിൽക്കെ തന്നെ ഇതിൻ്റെ ആവശ്യകതയും ഉണ്ട് എന്നാണ് ആ ഡോക്ടർമാരും ഒക്കെ സംസാരിക്കുക. എന്ന് വെച്ചാൽ ഈ അലോപ്പതിയിലുണ്ടാകുന്ന ഈ ഓക്സിജൻ സപ്പോർട്ടും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റം നമ്മളിപ്പോൾ അലോപ്പതിയിലൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ ഗുളികകൾ കഴിച്ചും മറ്റൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സോൾവ് ചെയ്യുക. പക്ഷേ അതിനപ്പുറം ഇതും സപ്പോർട്ടീവ് ആണ് എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചുകൊണ്ട് അലോപ്പതിയും ആയുർവേദവും വേണ്ട എന്നല്ല, ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികം നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരില്ല. കാരണം നമുക്ക് നമ്മുടെ ഏറെക്കുറെ രോഗങ്ങൾക്കും പരിഹാരമാകും. ഈവൻ ക്യാൻസർ അടക്കം, RCCയിലൊക്കെ നടക്കുന്ന ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളടക്കം ഇതിന് പരിഹാര വിധേയമാകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതായത് ഇപ്പോൾ 12ഉം 13ഉം കീമോ ഒക്കെ പറഞ്ഞ പേഷ്യൻറ്റുകൾക്ക് 5 ആളിലൊക്കെ ഒതുക്കി അതിന് അത് സോൾവ് ആക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കോട്ടക്കൽ എന്ന പ്രദേശത്തുള്ള ഒരു താത്തയ്ക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ അതായത് ഈ വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടി പിന്നെ കാല് മുറിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, അതായത് എൻ്റെ സഹപ്രവർത്തകരുള്ള ആൾക്കാർ മുമ്പ് ചെല്ലുമ്പോഴത്തേക്കും തെറ്റായതെന്ന് വെച്ചാൽ പിന്നെ ഇത് വെള്ളം കുടിച്ചാൽ മാറുമോ അല്ലെങ്കിൽ ബെഡ് കിടന്നാൽ മാറുമോ എന്ന സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമാണത്. കാരണം നിൽക്കുന്ന ഒരു ചികിത്സാ സംവിധാനം നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് തുടർന്ന് അവർ അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു, പിന്നെ അവർ വാങ്ങിച്ചു. ഇപ്പോൾ ഒരു പൂർവാധികം ഭംഗിയായിരുന്നു, അവർ നടക്കുന്നു, കാലൊന്നും മുറിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാരും പറഞ്ഞ അതിനാണ് ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തുടരുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന സിസ്റ്റം. ഇത് ഇപ്പോൾ എൻ്റെ കൈ കാണുന്നുള്ള ഒരു റിസ്റ്റ് ബാൻഡ് അടക്കം ആണുള്ളത്. പിന്നെ വളരെ നല്ല രീതിയിൽ, അതായത് നമ്മളിപ്പോൾ മറ്റു ഒരു രീതിയിലും ചിന്തിക്കേണ്ട അപ്പുറം മേടിക്കുന്ന ആൾക്കാർ, അതായത് ഇങ്ങനെ ജോയിൻ ആവുന്ന ആൾക്കാരുടെ അനുഭവം തന്നെയാണ് ഇതിൻ്റെ വിശ്വാസ്യത. ആ വിശ്വാസ്യതയിലൂടെയാണ് ഇന്ന് ഓൾ ഇന്ത്യ ലെവലിലും വിദേശ രാജ്യങ്ങളിലടക്കം ഇതിൻ്റെ വിപണനം അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ വ്യാപനം ഉണ്ടാവുന്നത്. തീർച്ചയായും നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിനും ആവശ്യമായ ഒരു സംവിധാനം തന്നെയാണ്. റിസൾട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഭരണകൂടവും അതായത് നമ്മുടെ സംവിധാനങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ സംസ്ഥാന സർക്കാരുകൾ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസുകൾ, അതുപോലെ പിന്നെ വിദേശ രാജ്യങ്ങളടക്കം ഇന്ന് ഇതിനോട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതൊരു ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അതായത് ആൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റം എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാൻ പറ്റും എന്നത് വളരെ വ്യക്തമാണ് ഇവിടെ. അടുത്ത എൻ്റെ ചോദ്യം, ഇതും നമ്മൾ മണി ചെയിനുമായിട്ട് എന്തെങ്കിലും സാമ്യതയുണ്ടോ? അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായി. മണി ചെയിൻ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ മണി ചെയിനിലോ മറ്റ് സംവിധാനങ്ങളിലോ ഫിജി കാർഡോ അങ്ങനെയുള്ള സംവിധാനങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് വ്യക്തതയില്ല. എന്നാൽ ഞാൻ കേട്ടതും എനിക്ക് മനസ്സിലാവുന്നതും ആ സംവിധാനങ്ങളിലപ്പുറം കുറച്ചുകൂടി ട്രാൻസ്പാരൻസി ഉള്ള ഒരു സംവിധാനം എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം അതാണ്. അതായത് ആ സിസ്റ്റങ്ങളെ ഒന്നും ഞാൻ വിമർശിക്കാൻ ആളല്ല. കാരണം എനിക്കതിനെപ്പറ്റി വ്യക്തത അറിയത്തില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇത് ഞാൻ കാണുന്നത് ഒരു ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ വിശ്വാസ്യതയുള്ള ഒരു ഹെൽത്ത് സിസ്റ്റമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് ജോയിൻ ആവുന്നത്. കാരണം ജോയിൻ ആവുന്ന ഘട്ടങ്ങളിൽ പോലും പൂർണ്ണമായും ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സംവിധാനങ്ങളുടെ എല്ലാം അംഗീകാരങ്ങളും പിന്നെ കൂടുതൽ അതായത് ഹൈ റാങ്കിൽ വിളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം, അതായത് ഇപ്പോൾ ഡോക്ടർമാരടക്കം അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഉയർന്നിറങ്ങിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മറ്റ് അഡ്വക്കേറ്റ്സ് ഇങ്ങനെയുള്ള ഹൈ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അതിനപ്പുറം സാധാരണക്കാരും ഇന്നു അതായത് 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ട് ആണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോയിൻ ആയതും ഇപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റ് സംവിധാനങ്ങൾ അതിനകത്ത് പ്രവർത്തിച്ചവർക്കല്ലേ അത് കൂടുതൽ അറിയാവൂ. എന്നെ സംബന്ധിച്ച് അതിനകത്തൊന്നും അതായത് അവിടെ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഇല്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 8,400 14,000 കൊടുക്കുന്നു. ഫാമിലി ഒക്കെ ആണെങ്കിൽ 14,000 നമ്മൾ ചിലവാക്കുന്നു. അതിന് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ നമ്മുടെ പൈസ കൊണ്ടുവന്ന് അത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ വിശ്വാസമുള്ള ആൾക്കാരോട് നമ്മൾ ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ റിസൾട്ട് കൊണ്ടുണ്ട് അവർ ഇങ്ങോട്ട് സംഭവിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളുടെ അനുഭവങ്ങൾ അങ്ങോട്ട് പറയുമ്പോഴാണ് അവർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുകയും ചെയ്തത്. കാരണം നമുക്ക് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പല അസ്വസ്ഥതകൾ ഉണ്ടാവും. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ഉറക്കക്കുറവ്. ഈ ഉറക്കക്കുറവിനൊക്കെ നല്ല പരിഹാരമാണ്. കാരണം എൻ്റെ ഒരു സ്റ്റാഫായിട്ടുള്ള ഒരു ടീച്ചർ, ആ ടീച്ചർ 1.25 വർഷം മുമ്പ് എന്നോട് ഇത് സംസാരിച്ചതാണ്. പക്ഷേ ഞാനെന്ന് പറഞ്ഞു, സാർ ടീച്ചറെ എനിക്ക് ഇങ്ങനെയുള്ള കമ്പനികളുടെ ഇതൊന്നും എനിക്ക് വ്യക്തതയില്ല, എനിക്കറിയില്ല, അതൊന്നും എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അന്ന് ഞാൻ ജോയിൻ ആയെങ്കിൽ ഇന്ന് എനിക്ക് നല്ല രീതിയിലുള്ള എക്കണോമിക് മോട്ടീവ് ഉണ്ടായത്. അത് മറ്റൊരു കാര്യം. തുടർന്ന് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടത് അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കേട്ടു. അതാ പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യമായാലും നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാവുക. അതിനോടാർക്കും പ്രശ്നമില്ലല്ലോ. കാരണം ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഗുണം എന്താണെന്ന്. അപ്പോൾ മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. സ്വാഭാവികമായി ഞാൻ ചെയ്തു. ഞാനതിനകത്ത് ജോയിൻ ആവുകയാണ് ചെയ്തത്. അങ്ങനെ കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ എന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ കേൾക്കണ്ടേ. അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് ഞാനിവിടെ ഫോളോ ചെയ്തത്. പിന്നെ മുമ്പ് ഞാൻ പലപ്പോഴും ഈ പറയുന്ന മറ്റ് സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ ബണ്ടിലായിട്ട് കൊണ്ടുപോവുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളവരെ കണ്ടെത്തി നിന്നോ, അല്ലെങ്കിൽ നമ്മളോട് വിശ്വാസമുള്ളവരെ നമുക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ സംസാരിച്ച് അതിലൂടെ എന്ത് ചെയ്യുന്നു വർക്ക് കൊടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. പിന്നെ പാസീവ് ഇൻകം അത് മികച്ച രീതിയിൽ ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആദ്യത്തെ കുറച്ച് സമയത്ത് ഒരു പ്രശ്നമേ കാണുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് പാസീവ് ഇൻകം വരുന്നു. അതിൽ മറ്റ് സംവിധാനങ്ങൾ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ ബയോട്ടറിൻ്റെ കമ്പനിയാണ് ഇത് ഞാൻ ഉൾക്കൊള്ളുന്നത്. അതിൽ നല്ല രീതിയിൽ ഒരു എക്കണോമിക് മോട്ടീവും അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റവും ഹെൽത്ത് സിസ്റ്റവും ഉണ്ടെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ആയത്. മറ്റു സിസ്റ്റങ്ങളിൽ ഗുണങ്ങളുണ്ടാവാം, അത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കല്ലേ കൂടുതൽ അറിയാവുക. എന്നാലും അതിനേക്കാളും ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അതായത് ഞാൻ വർക്ക് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പോൾ കോട്ടയം, നമ്മുടെ കേരളത്തിലെ കോട്ടയം, അതുപോലെ തന്നെ കോഴിക്കോട്, കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് BJP നടത്തിയപ്പോൾ നല്ല ക്രൗഡാണ് വന്നത്. അപ്പോൾ എത്രമാത്രം അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നു, അതായത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരടക്കം സപ്പോർട്ടീവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രമാത്രം മൂല്യമുള്ള ഒരു പ്രോഡക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. കേട്ട് നമ്മൾ അതിൻ്റെ ഉപഭോക്താവാകുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന്. അങ്ങനെ എന്ത് ചെയ്യാം. നോർമലി അതായത് ഉറപ്പായും പറയുന്നു, 100% ഉറപ്പുണ്ട് റിസൾട്ടുകൾ ഉണ്ടാകും. കാരണം നമുക്ക് ഉള്ള പല അസുഖങ്ങളിൽ നിന്നും ഇനി ഭാവിയിൽ വരാനുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ പരിഹാരം കാണാൻ ഇതിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് കാണും. ഇതിപ്പോൾ നമുക്ക് 25 വർഷത്തോളം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വെള്ളം നനയ്ക്കാതെ ഇരുന്നാൽ മതി. അതായത് അങ്ങനെ പറയുന്നുണ്ട്, നനയ്ക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. അത് പ്രോഡക്റ്റിന് പിന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറിച്ച് നമുക്കിപ്പോൾ ഒരു കാഷ്വാലിറ്റി ഉണ്ടായി, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു 1.5 1.25 ലക്ഷം രൂപ നമുക്ക് ഒരു സർജറി ചെയ്യണം. അപ്പം നമ്മുടെ പൈസ എവിടെ എന്ത് ചെയ്യും, എങ്ങനെ പറഞ്ഞ് നമ്മൾ കണ്ടെത്തും. ഇവിടെ നമുക്ക്
എന്താണ് 8,400 അല്ലെങ്കിൽ 14,600 ഈ ഒരു എമൗണ്ടേ ഉള്ളൂ. ആ എമൗണ്ടിൽ നമ്മൾ നിന്നു ഇത് പിന്നെ ഉപഭോക്താവ് ആകുമ്പോഴത്തേക്കും ജോയിൻ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അവിടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സാമ്പത്തിക ലാഭം അതും ഉണ്ടാവും, പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്, പിന്നെ നമുക്ക് നിന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അനുഭവമുണ്ട്. കാരണം ഞാൻ പോയിട്ടുള്ള ട്രെയിനിങ്ങുകളിലും മറ്റുമൊക്കെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് കണ്ടിട്ടുള്ളത്. അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അതും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാർ, പിന്നെ നിയമവിദഗ്ധർ, മന്ത്രിമാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു എന്താണ് മന്ത്രിമാരുമായി ബന്ധമുള്ള ആൾക്കാർ, ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിശാലമായ ലോകമാണ് ഈ ബയോട്ടോറിയം എന്നൊരു സിസ്റ്റം. ഇന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ സംസ്ഥാന സർക്കാരുകളും വിദേശ ഭരണകൂടങ്ങളും ഒക്കെ ചെയ്യുന്നു, പിന്നെ അത് അംഗീകരിക്കുന്നു, അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന നമുക്ക് ഇപ്പോൾ ഒരാൾ ആവശ്യപ്പെട്ടു, സാറേ ഇതൊന്ന് വേണം, എന്താണ് കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് പോകുമ്പോൾ അതിനുള്ള എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള സർട്ടിഫിക്കേഷനുകൾ, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം നമുക്കുണ്ട്. പൂർണ്ണമായും അവരെ കൺവിൻസിങ് ആക്കി എടുക്കണം എന്നാണ് പറയുന്നത്. അത് ആ രീതിയിൽ നമ്മൾ ഒരു 1.5 മണിക്കൂറാണ് നമ്മൾ വർക്ക് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ എക്സാമിനേഷൻ, ഇതൊക്കെ ഉള്ള സിസ്റ്റം. ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് കമ്പനി ചെയ്യുന്നത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കുന്നത്. എന്ന് വെച്ചാൽ പരസ്യങ്ങൾക്ക് മറ്റോ കൊടുക്കുന്ന തുക സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തുന്നു. അതായത് ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളിനും പിന്നെ 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ ഈവൻ 1 മാസം കൊണ്ട് പോലും പിന്നെ 10,000 സമ്പാദിച്ച ആൾക്കാരുണ്ട്. വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും 1 കോടിയോ അങ്ങനെയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന എന്ന് വെച്ചാൽ കമ്പനി പറയുന്നത്, അതായത് സാഗർ സാർ മറ്റോ പറഞ്ഞു വെച്ചാൽ സാധാരണക്കാരിലേക്ക് എത്തട്ടെ, അതാണ് വേണ്ടത്. അല്ലാതെ മറ്റിലുള്ള പിന്നെ പരസ്യങ്ങളോ മറ്റോ വേണ്ട എന്ന രീതിയിൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അതാണ് അതിനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന ആളുടെ എന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ആയത് പിന്നെ അതൊരു ബിസിനസ്സായി വേണമെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ നമുക്കത് ചെയ്യും. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം സാമ്പത്തിക ലാഭം നമുക്കുണ്ടാവും. അത് കമ്പനി നമുക്ക് ചെയ്യും, അലോ ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ ബയോട്ടോറിയം. നിങ്ങളും നാളെ എന്ത് ചെയ്യുക, എല്ലാവരും ഇതിൻ്റെ ഭാഗമാകേണ്ടി വരും. കാരണം നമുക്ക് ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം പിന്നെ പല വിഷയങ്ങളാണ്, മിക്കവാറും ഒക്കെ രോഗികളാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സംവിധാനത്തിനകത്ത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും വന്ന അസുഖങ്ങൾക്ക് പരിഹാരമായും അത് ഏതൊരുള്ള, അതായത് ഇപ്പോൾ ഇപ്പോൾ അസുഖം ഇല്ലാത്തൊരാൾക്കും ഇത് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിലോ മറ്റ് അസ്വസ്ഥത ഉണ്ടെങ്കിലോ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം, ഈ പ്രവർത്തികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും ഒക്കെ എന്ത് ചെയ്യുന്നു ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം. 100% ഉറപ്പ് തരുന്നു. ഒരു ഉപഭോക്താവ്, അതായത് ഒരു ജോയിൻ ആയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പ് തരാൻ കഴിയും. അതായത് നാളെ ഒരാൾ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? ഇതിനിപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല അതിനകത്ത് നിൽക്കുക. എൻ്റെ അപ്ലൈൻമാർ, അതുപോലെ തന്നെ കോട്ടയം അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലുള്ള ആൾക്കാർ, അതെന്ന് വെച്ചാൽ നമ്മുടെ ലീഡേഴ്സ് നമ്മൾ പറയും, സീനിയർ ലീഡേഴ്സുമാർ, അതിൽ തന്നെ ഡോക്ടർമാർ, അതുപോലെ വിദഗ്ധരമായ ആൾക്കാർ ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് കൊടുത്തു. പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യും, റിസൾട്ടുകൾ ഉറപ്പാണ്. പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, അതായത് പറയുന്ന അനുസരിച്ച് റിസ്റ്റ് ബാൻഡ് കെട്ടുക, ദിവസം 5 മണിക്കൂർ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പില്ലോ പാഡും പിന്നെ നമ്മുടെ മാഗ്നറ്റിക് മെത്തയും അത് നമ്മൾ നോർമൽ കിടക്കുന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ബെഡിൽ വിരിച്ചേക്കുക. അത് അവിടെ നമ്മൾ എന്തായാലും ഉറങ്ങുമല്ലോ, 6 മണിക്കൂർ നമ്മൾ ഉറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫലം കിട്ടും. 100 സംബന്ധമായ വിഷയങ്ങൾക്ക് പില്ലോ പാഡുണ്ട്, പിന്നെ മറ്റ് വിഷയങ്ങൾക്ക് നമ്മുടെ മെത്തയുണ്ട്. പിന്നെ വാട്ടർ എനർജി പാഡ്, അതൊരു കുപ്പിയിൽ നമ്മൾ പിന്നെ പച്ചവെള്ളം ഒഴിച്ച് വെച്ച് ഇത് റാപ്പ് ചെയ്ത് വെക്കുക. 21 മിനിറ്റ് കഴിയുമ്പോൾ ചെയ്യും, അത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആവുമെന്ന് പറഞ്ഞത് തീർച്ചയായും തന്നെയാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഈ 21 ദിവസം മുതൽ അങ്ങോട്ട് എങ്ങനെ പോയാലും റിസൾട്ട് ഉണ്ട്. അതായത് ഈ പറയുന്ന ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതൽ സ്പ്രെഡിങ് ആയിട്ടുള്ള 4 വർഷം മുതൽ അതിന് മുമ്പ് ഉള്ള വർഷങ്ങൾ 17 വർഷമായി മൊത്തമായിട്ട് ഇത് പിന്നെ വ്യാപനം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നേ വരെ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടില്ല. അതാണ് പ്രോഡക്റ്റിൻ്റെ ഗുണം. ഈ ഡോക്ടർമാർ പഠിച്ചപ്പോഴും അവരും പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ല. കാരണം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ സപ്പോർട്ട് ക്ലിയർ ആക്കുക, ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആക്കുക, രക്തത്തിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിലൂടെ നമ്മുടെ 99% രോഗങ്ങൾക്കും പരിഹാരമാകും. കാരണം RCC അടക്കം ക്യാൻസർ രോഗിക്കടക്കം ഇത് പരിഹാരമായതാണ്. ഇനി ഈവൻ എന്തെങ്കിലും അതായത് അസ്വസ്ഥത ഉണ്ടാകുന്നത്, അതായത് ഇപ്പോൾ വിട്ടുമാറാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചിലപ്പോൾ ഇത് അല്പം താമസിക്കും എന്നുള്ളതേ ഉള്ളൂ.
എന്ന് വെച്ചാൽ ഇപ്പോൾ 21 ദിവസം ചിലപ്പോൾ ഒരു 30 ദിവസമോ 30 ദിവസമൊക്കെ ആവും ഫലം കിട്ടി തുടങ്ങാൻ എന്നുള്ളതേ ഉള്ളൂ. അത് ആ വ്യക്തിയുടെ ശാരീരിക പ്രശ്നങ്ങളും മറ്റ് രോഗാവസ്ഥകളും അനുസരിച്ചിരിക്കും. ഇപ്പോൾ കൂടുതൽ കാലം അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് അപ്പോൾ 1-2 ദിവസം കൊണ്ട് റിലീഫ് കിട്ടിയിരിക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, 21 ദിവസം കഴിഞ്ഞാലും അത് ഉറപ്പായും കിട്ടും. കാരണം ഞാൻ തന്നെ സ്ട്രക്കായിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ജോയിൻ ആകുമ്പോഴത്തേക്ക് കാലിലൊക്കെ നല്ല ഡീപ്പായ ഒരു മുറിവുള്ള വ്യക്തിക്ക് ഇത് ആദ്യം അദ്ദേഹം അംഗീകരിച്ചില്ല. തുടർന്ന് അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു. ആ പ്രോഡക്റ്റ് വാങ്ങി 8-ാം ദിവസവും 10-ാം ദിവസം കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് വന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിയേക്കാം. അതാണ് ഈ ബയോട്ടോറിയം. അതാണ് ഇതിൻ്റെ ഗോഡ്സ് ഗ്രേസ് ഉള്ള പ്രോഡക്റ്റ്, അഥവാ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് എന്നാണ് ഡോക്ടർമാരടക്കം എന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൺസ്യൂമേഴ്സിലൊക്കെ നമ്മൾ അതായത് പറയുക. അതിൻ്റെതായ മീനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇല്ല എന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അത് തീർച്ചയായും ഉണ്ടാവും. അതിന് തെളിവുകൾ ഏറെയാണ്. ഇന്നേ വരെ, അതായത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നേ വരെ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടില്ല. എല്ലാം പോസിറ്റീവ്, ആൾവേസ് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിസർച്ച് ചെയ്ത് നോക്കുമ്പോഴും എനിക്ക് മനസ്സിലായത് ഇത് കൂടുതൽ, അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, കണ്ണായാലും കാലായാലും നടുവായാലും അതല്ല മറ്റ് പ്രശ്നങ്ങളായാലും ന്യൂറോസ്പർമ വിഷയങ്ങളായാലും പിന്നെ ഒക്കെ തന്നെ പരിഹാരമുള്ള ഒരു പ്രോഡക്റ്റ്. അതായത് ഇതൊരിക്കലും നമ്മൾ ഉള്ളിലൊന്നും കഴിക്കുന്നില്ല, ഉള്ളിൽ ഒരു ഗുളികയും കഴിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഒന്നേ ഉള്ളൂ, ഏതാ? വെള്ളം. അത് നമ്മൾ എല്ലാ ദിവസവും കൂടി കുടിക്കുന്നതാണല്ലോ. അപ്പോൾ ആ വെള്ളം അതിനെ അകത്തോട്ട് കഴിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എക്സ്റ്റർണൽ യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ബൈ സൈഡ് എഫക്റ്റ് ഇല്ല. അത് മെഡിക്കൽ തന്നെ സമ്മതിക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ആയുഷ് മിനിസ്ട്രി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടങ്ങളുടെ ഭാഗമായുള്ള ഹെൽത്ത് സംവിധാനങ്ങളായാലും ഒക്കെ അംഗീകരിച്ച ഒരു പ്രോഡക്റ്റാണ്. വിദേശ രാജ്യങ്ങളടക്കം അത് കൂടുതൽ വ്യാപിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ നമുക്ക് സംശയം ഇല്ല. ചിലപ്പോൾ റിസൾട്ട് എന്ത് ചെയ്യും, പിന്നെ ഇപ്പോൾ നീണ്ട കാലയളവ് പിന്നെ ഗുളികയും മറ്റും കഴിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 21 ദിവസം എന്നുള്ളത് ചിലപ്പോൾ ഒരു 30 ദിവസമോ 40 ദിവസമോ ചിലപ്പോൾ ഒരു മാസമോ എടുത്തുനിന്നിരിക്കും. എന്നാലും ആ സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഇതിന് ഓരോന്നോരോ പരിഹാരം ആയിക്കൊണ്ടിരിക്കും. അതായത് പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് കൃത്യമായി ഉപയോഗിക്കണം. അതായത് നമ്മൾ പറയുന്ന പോലെ അത് ഉപയോഗിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്നും അതിൻ്റെ നമുക്ക് സന്ദേഹമേ ഇല്ല. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദായ നികുതി അടയ്ക്കണം, അതിൻ്റെ കാറ്റഗറിയൊക്കെ എങ്ങനെയാണ് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നത്? അതായത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആകുമ്പോൾ, കമ്പനി നമുക്ക് പൈസ ക്രെഡിറ്റ് ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട എല്ലാ ടാക്സുകളും TDS കട്ട് ചെയ്താണ് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ തരിക. അപ്പോൾ അതുകൊണ്ടാണ് സർക്കാരും പറയുന്നത്, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് സർക്കാരിനും കൂടുതൽ വരുമാനം നികുതി ഇനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഗവൺമെൻറ്റുകളും ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് അംഗീകരിക്കാൻ തയ്യാറാവുന്നത്. അതായത് എന്ന് വെച്ചാൽ അവർക്ക് വരുമാനം വരുന്നുണ്ട്, കൂടാതെ ഈ പറഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളുടെ ഭാഗമായും കൂടുതൽ ഗുണങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തികച്ചും നികുതിയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് എടുക്കാനുള്ള നികുതിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആകുക. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നികുതിപരമായ പ്രശ്നങ്ങളോ നമുക്ക് അല്ലാതെ മറ്റു വിഷയങ്ങളോ ഉണ്ടാകുന്നില്ല. അതായത് KYC ആഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും, പാൻ കാർഡ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ മറ്റ് രേഖകൾ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, പിന്നെ അതിനകത്തുള്ള കോഡുകൾ, ഇതെല്ലാം ആഡ് ചെയ്തത്. അതായത് ഓരോ ജോയിൻ ആവുന്ന ആൾക്കാർക്കും, ഈ കൺസ്യൂമർ ആവുന്ന ആൾക്കാരെ മുമ്പ് വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തേ പറ്റൂ. ഇല്ലാതെ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്താണ്, അതിന് സംശയമേ ഇല്ല. കാരണം കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനവും ഉണ്ട്, അത് ഭരണതലത്തിലുണ്ട്. കൂടാതെ ഈ കമ്പനിയുടെ ഭാഗമായും കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. അതാ പറയുന്നത്, നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് ധൈര്യമായ ഒരു വീട്ടിൽ ചെന്ന് കയറാം. വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോയിൻമെൻറ്റ് എടുത്ത്, അതായത് മുൻകൂട്ടി ഇവിടെ വിളിച്ച് സംസാരിച്ച് ഇന്നൊരു കാര്യം സംസാരിക്കാനുണ്ട്, വരട്ടെയോ എന്ന് ചോദിച്ച് അവിടെ ബില്ലിങ്ങോടുകൂടി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായ മറുപടി അതൊക്കെ ഉണ്ടാകും. കാരണം ഒന്ന്, അനുഭവമാണ് കാര്യം. രണ്ട്, ഇതിൻ്റെ നിയമസാധ്യതയും അതുപോലെ തന്നെ എല്ലാം ക്ലിയറാണ്. പിന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെ എല്ലാ ഭാഗങ്ങളും എല്ലാം ക്ലിയർ കട്ടാണ്. അതായത് ആ ജോയിൻ ആവുന്ന ആൾക്കാർക്ക് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരുമ്പോഴേ അറിയാൻ പറ്റും. അത് ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഹൈ ടെക്നോളജി ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്, സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ എനിക്ക് വിളിച്ച് സംസാരിക്കാം. എൻ്റെ അപ്ലൈമാരുടെ അനുവാദത്തോടുകൂടി എനിക്ക് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയറാക്കാൻ പറ്റും. അതാ പറയുന്നത്, ഡോക്ടർമാരടക്കം ഉള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു സംശയങ്ങളുടെ ഒന്നും കാര്യങ്ങൾ ഉദിക്കുന്നില്ല. ഈ ബയോട്ടത്തെക്കുറിച്ചുള്ള ഈ ഒരു സംവാദത്തിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഒരു ഉപകാരപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്?
തീർച്ചയായും നമ്മുടെ രാഷ്ട്രത്തിന് ഇതൊരു അസറ്റ് തന്നെയാണ്. ഒന്ന്, നമുക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ അതിന് നമുക്ക് ബിരുദം കഴിഞ്ഞും ബിരുദാനന്തര ബിരുദം കഴിഞ്ഞും ഒക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരുപാട് യുവാക്കളുണ്ട്. ഇന്ന് ഈ ബിരുദം ചെയ്യുന്ന മിക്കവാറും ആൾക്കാർ, അതിനകത്ത് 65-70% ആൾക്കാരും സ്ത്രീകളാണ്. കാരണം ഞാൻ പോലുള്ള ട്രെയിനിങ് സെഷനുകളിലൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളാണ്. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, അവർക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണം അത് അവർ പങ്കുവയ്ക്കുന്നു. കാരണം KSEB ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ടെക്നോ പാർക്കിൽ മറ്റുമൊക്കെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അതായത് സർക്കാർ ജോലി, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ സർക്കാർ ജോലി രാജിവെച്ചിട്ട് ഇതിൻ്റെ സജീവ പ്രവർത്തിക്കായി നിൽക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ആണ് അവിടെ ഈ പ്രോഡക്റ്റിൻ്റെയും ഇതിൻ്റെ സാധ്യതയുടെയും കാലം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വരും നാളുകളിൽ ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാവും. അതായത് അത് ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം ഇത് പറഞ്ഞല്ലോ, ഒരു രോഗത്തിൻ്റെയും മൃതസഞ്ജീവനിയാണെന്ന് പറഞ്ഞില്ല, മറിച്ച് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും പിന്നെ ഉള്ള രോഗങ്ങൾക്ക് പരിഹാരം കാണാനും അത് ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ പരിഹാരം കാണാനും കഴിയും. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഉദ്യോഗസ്ഥരടക്കം പിന്നെ അവർ ജോലി മാറ്റിവെച്ച് ഇതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലും പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത്രയും കമ്മോഡിറ്റി ഉൽപ്പന്നങ്ങൾ സമൂഹത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ഭാഗമായുള്ള നികുതിയും മറ്റുമൊക്കെ തന്നെ സർക്കാരിന് കിട്ടുന്നു. സർക്കാരിന് ആ രീതിയിലുള്ള അസറ്റ്. രണ്ടാമത്തെ വശം, ഓരോ വ്യക്തികളും ഇതിനകത്ത് വരുമ്പോൾ അവർക്ക് ഈ പരസ്യ കമ്പനികൾക്ക് മറ്റും കൊടുക്കേണ്ട തുക ആ സംവിധാനം ആരിലേക്ക് എത്തുന്നു? ഓരോ ആൾക്കാരിലേക്ക് എത്തുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിന്നു എൻ്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ആൾക്കാർ ജോയിൻ ആകുമ്പോൾ അതിൻ്റെ വിഹിതം എനിക്ക് കമ്പനി തരുന്നു. അങ്ങനെ ആകുമ്പോൾ തൊഴിലില്ലായ്മയുടെ ഒരു പരിഹാരം ഏറെക്കുറെ ആവുന്നു. കൂടാതെ സർക്കാരുകൾക്കും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു അതായത് എന്ന് വെച്ചാൽ ഇത് ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് ഒരു കൂട്ടം ഹൈ ആയ ആൾക്കാരിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എഡ്യൂക്കേറ്റഡ് ആയ യൂത്തിന് കൂടിയും, കൂടാതെ ഈ പറഞ്ഞ പ്രായം ചെന്ന ആൾക്കാർക്കും അവർക്കും ചെയ്യാം. കാരണം 10-60-70 വയസ്സായ ആൾക്കാർക്കും ഇത് ചെയ്യാം. അപ്പം നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്ര സമ്പദ് വ്യവസ്ഥയ്ക്കും രാഷ്ട്രത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ പിന്നെ തൊഴിൽ സാധ്യതയ്ക്കും ഒക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് നിയമപരമായി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിനകത്ത് അനധികരായി ഒന്നും ചെയ്യുന്നില്ല. കാരണം എല്ലാം നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ വന്നാൽ കമ്പനി അതിന് ആക്ഷൻ എടുക്കുകയും അതിന് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ എത്തിക്കൽ മോറൽ കാര്യങ്ങളടക്കം ഓരോരുത്തരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജോയിൻ ആവുന്നത്. കാരണം ഇത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ ആരോഗ്യ മേഖലയാണ്. ഒരു കാരണവശാലും നെഗറ്റീവ് നമുക്ക് വരുത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ക്ലിയർ കട്ടായിട്ടാണ് ഓരോ ലീഡേഴ്സും നമ്മൾ ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. കൂടാതെ അപ്ലൈനും ഡൗൺലൈനും പറയും. അതായത് ഇപ്പോൾ ഞാൻ ജോയിൻ ആയപ്പോൾ എനിക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന ആളിന് അപ്ലൈൻ, കൂടാതെ ഞാൻ എൻ്റെ ഇത് കണ്ട് റിസൾട്ട് കണ്ട് മറ്റൊരാളെ വരുമ്പോഴേക്ക് എൻ്റെ ഡൗൺലൈനായിട്ട് ആ വ്യക്തി മാറും. അങ്ങനെ എന്ന് വെച്ചാൽ അതായത് സാധാരണ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം വെച്ചാൽ ഞാൻ കാണുന്നത് അപ്ലൈൻമാർക്കും ഡൗൺലൈൻമാർക്കും ഒരേ കണക്കെന്ത് ചെയ്യും, എക്കണോമി ചെല്ലും. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ്. അത് അപ്ലൈനോ ഡൗൺലൈനോ വ്യത്യാസമല്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് എക്കണോമി കിട്ടുന്നത്. അതെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള വർക്ക് അങ്ങനെയൊന്നുമല്ല. മീൻസ് നമ്മളിപ്പോൾ മൗത്ത് പബ്ലിസിറ്റി അതിനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നേരം വരുത്തിയിട്ടോടെ കുറേ വർക്ക് ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പാസീവ് ഇൻകം വരും. എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ആക്കുന്ന ആൾക്കാരിൽ നിന്ന് മറ്റൊരാൾ അവർ റിസൾട്ട് അറിഞ്ഞറിഞ്ഞ് പിന്നെ കൂടുതൽ ആൾക്കാർ ജോയിൻ ആവുന്നു. അങ്ങനെ ഉള്ള എക്കണോമി നമുക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അത് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്, നെറ്റിൽ വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ എനിക്ക് മനസ്സിലായത് ഒരു ഡിഫറൻ്റായ ആറ്റിറ്റ്യൂഡിലുള്ള ഒരു സിസ്റ്റമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഉൾക്കൊള്ളുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. എനിക്കതിൻ്റെ ഗുണങ്ങൾ കാണുന്നുമുണ്ട്. കാരണം നമ്മൾ ആ സിസ്റ്റത്തിനകത്ത് ഓരോ വ്യക്തികളും ഇപ്പം നമ്മൾക്ക് സൂമൊക്കെ ഉണ്ട്. രാവിലെ 6 മണിക്കുള്ള സൂമുണ്ട്, വൈകുന്നേരത്തെ സൂം കാണും. ആ സൂമിൽ ഓൾ ഇന്ത്യ ലെവലിൽ മറ്റ് പല പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരടക്കം ഈ സൂമിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ പുതിയ ആൾക്കാർ ജോയിൻ ആവുന്നത് എത്രത്തോളം ജോയിൻ ആവുമെന്ന് അറിയാം. 10,000-2000 പരം ആൾക്കാർ ഡെയിലി കേരളത്തിൽ ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ രേഖകളും ഫോട്ടോകളും ഒക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഡോക്ടർമാരുണ്ടാവാം, ചിലപ്പോൾ പിന്നെ അധ്യാപകന്മാരുണ്ടാവാം, പ്രൊഫസർമാരുണ്ടാവാം, പിന്നെ ഹൈ പ്രൊഫഷണൽസ് ഉണ്ടാവാം, പിന്നെ അങ്ങനെയുള്ള. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഊർജ്ജമാണ്. അതായത് ഇപ്പോൾ കൺസ്യൂമറായ എനിക്കൊരു ഊർജ്ജമാണ്. ഇത്രയും ആൾക്കാരൊക്കെ ഇത് ജോയിൻ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ എൻ്റെ ഗ്രാമങ്ങളിലെ പിന്നെ സിറ്റികളിൽ ഇപ്പോൾ കടക്കരൊക്കെ തന്നെ ആയാലും അതിൻ്റേതായുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ. അതാ പറഞ്ഞത് നമ്മുടെ ആൾക്കാർ ഇത് കേൾക്കാൻ തയ്യാറാവുക.
അല്ലാതെ ഇപ്പോൾ ശരിയാണ് ട്രഡീഷണൽ അലോപ്പതിയും ആയുർവേദമൊക്കെ നിലനിൽക്കെ വെള്ളം കുടിച്ചാലോ മെത്തേ കിടന്നാലോ അസുഖം മാറുമെന്ന് ചോദിച്ചാൽ അവർ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ അതാണ് പറയുന്നത്, കേൾക്കാൻ തയ്യാറാകുക, പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറാകുക. നമുക്കൊരു 8,400 അല്ലെങ്കിൽ 14,600 നമ്മളെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവുന്നത്. എന്നാൽ നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ടൊരു 1 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ലേ? ചെയ്യും. എന്നുവെച്ചുകൊണ്ട് അങ്ങനെ പൈസയെ അതായത് കാണുന്നതല്ല, മറിച്ച് ഈ സിസ്റ്റം പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അതാ പറഞ്ഞത്, കേൾക്കാൻ തയ്യാറാകുക, പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചവർക്കേ അറിയാവൂ. ആ സിസ്റ്റം പറഞ്ഞു തന്നെയാണ് പ്രോഡക്റ്റ് ആദ്യം വാങ്ങിച്ച് ഉപയോഗിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ പബ്ലിസിറ്റി ചെയ്യുക. അത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ചെയ്യുക എന്നത് മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അത് പൂർണ്ണമായ സക്സസ് തന്നെയാണ്. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലും വാങ്ങിച്ച ഓരോ ഉപഭോക്താവും ഇതിനെപ്പറ്റി അവർക്ക് 100 നാവാണ് പറയുന്നത് റിസൾട്ട് പറയുന്നത്. കാരണം അലോപ്പതിയിലും ആയുർവേദത്തിലും പരിഹാരം കാണാത്ത പല കാര്യങ്ങൾക്കും പല അസുഖങ്ങൾക്കും ഇതിൽ പരിഹാരം കാണുന്നു എന്ന് തന്നെയാണ് പ്രത്യേകത. അത് 100% ഉറപ്പ് തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ആരെ സമീപിക്കണം, എങ്ങനെ സമീപിക്കണം, എത്രമാത്രം ധനം കരുതിയിരിക്കണം? ഈ പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഏരിയയിൽ ഞാൻ ഇതിൻ്റെ കൺസ്യൂമറാണ്, ഞാൻ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഇതിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ മറ്റ് പല ഏരിയയിലും ഈ ബയോട്ടോറിയം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അതായത് അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, സാറേ ഇന്ന കണക്കിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് വേണം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് പറയും. സ്വാഭാവികം ഞാൻ പറഞ്ഞ മറുപടി ആയിരിക്കും, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ സാറേ അല്ലെങ്കിൽ മാഡം, നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കൊരു വർക്ക് തരണം. 1.5 മണിക്കൂർ നിങ്ങളുടെ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് പ്രീമിയസിൽ വന്നോ ഒരു ഹോം മീറ്റിങ്ങോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നിങ്ങളെ കാണുകയും ചെയ്യാം. അവിടെ വെച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നോർമലി ഈ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് എടുത്തിരിക്കും. അതാണ് ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അത് കാണുന്ന ഓരോ വ്യക്തിക്കും അതായത് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, അതായത് ഇതിന് അങ്ങനെയാണോ ഇങ്ങനെയാണോ വിമർശനം ബുദ്ധിമുട്ട് കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും അത് വിമർശിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് പറഞ്ഞത്, നമ്മളിത് വരുമ്പോൾ ഇത് ഒരു എന്താണ് തീർത്തും ഒരു നല്ല സംവിധാനമാണ്. ഇന്നോളം റിസൾട്ട് കിട്ടിയിട്ടുള്ള പല പരിഹാരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളും വരുന്നത്. സോ ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകുക. കേൾക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോർമലി പ്രോഡക്റ്റ് എടുക്കും, അധികം പൈസ ഒന്നുമില്ലല്ലോ. 8,400 രൂപയാണ് സിംഗിൾ പ്രോഡക്റ്റിൻ്റെ വില. സാധാരണഗതി പറഞ്ഞത് ഒരു പ്രോഡക്റ്റ് ഒരാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ വാട്ടർ എനർജി പാട് വിഷയമില്ല, കാരണം വെള്ളം ആർക്കും കുടിക്കാം. പിന്നെ ഫാമിലി പാക്ക് ഉണ്ട്, 16,000 കിട്ടും. കാരണം അതും നിങ്ങൾക്ക് 2,000 രൂപ ലാഭമാണ് വരുന്നത്. ഫാമിലി പാക്ക്, അതായത് 2 പേർക്ക് 2 നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു വീട്ടിൽ 4 പേരുണ്ട്. 4 പേർക്ക് മേടിച്ചാലും ആ തുകയും മറ്റ് സംവിധാനങ്ങളുടെ തുകയും നോക്കുമ്പോഴത്തേക്ക് ഇത് അത്രയും നഷ്ടമല്ലല്ലോ. അപ്പോൾ ആ എമൗണ്ടാണ് ഇവിടെ നമുക്ക് ചിലവാകുന്നത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ വരും മാസങ്ങളിൽ ഇത് ഫെബ്രുവരിയോട് കൂടി കമ്പനി ഇത് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നത് അനുസരിച്ച് ചിലപ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അത് 9,600 പറഞ്ഞുണ്ട്. 8,400 പ്രോഡക്റ്റ് ഇപ്പോൾ അടുത്ത മാർച്ചോട് കൂടി 9,600 ആകുമെന്നും പറയുന്നുണ്ട്. അത് കമ്പനി അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. കാരണം വിപണനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനി അറിയാം. എന്നാൽ സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കമ്പനി ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനി പറയുന്നത് എന്താണ്? ടു ഡയറക്റ്റ് സെല്ലിംഗ്, അതായത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. അവിടെ സാധാരണക്കാരിലേക്ക് കൂടി ഈ പണം അല്ലെങ്കിൽ വരുമാനം എത്തണം. അവർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ആളുടെ റിസൾട്ട് അതുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് പറയണം. ആ പറയാനുള്ള ഉറപ്പ് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. അതാണ് 101% റിസൾട്ട്, 110% റിസൾട്ട് എന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു സിസ്റ്റമാണ്. നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനിക്കാം. ഈ ബയോട്ടോറിയം എന്നൊരു സംവിധാനം ഇവിടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറും ഫൗണ്ടറുമായ ഡോക്ടർ സാഗർ സാർ, പിന്നെ എൻ്റെ അപ്ലൈൻമാരും ഡൗൺലൈൻമാരും നിൽക്കുന്ന സഹപ്രവർത്തകരായ നമ്മുടെ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്, അവരെനിക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. ഞാനും ആ രീതിയിൽ ആണ് ചെയ്യുന്നത്. ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ എന്താണ് ഓൾ ഇന്ത്യ ലെവലിലും വിദേശ രാജ്യങ്ങളടക്കം ഇതൊരു കുടുംബമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ സൗഹാർദ്ദ മനോഭാവവും നമ്മുടെ അപ്ലൈൻമാരും ഡൗൺലൈൻമാരും കിട്ടുന്നുണ്ട്. കാരണം എല്ലാവർക്കും തുല്യമായാണ് ഇൻകം എത്തുന്നത്. അതായത് ഇന്നിപ്പോൾ എനിക്ക് 80 ലക്ഷം കിട്ടിയാൽ അല്ലെങ്കിൽ അത്ര രൂപ കിട്ടിയാൽ എൻ്റെ ഡൗൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് 60 ലക്ഷം 65 ലക്ഷം കിട്ടിയിരിക്കും. അതായത് പ്രവർത്തിക്കനുസരിച്ച് കിട്ടിയിരിക്കും. തുടർന്ന് എനിക്ക് 1 കോടി ആകുമ്പോൾ അവർക്കും എന്ത് ചെയ്യും? 90 ലക്ഷമോ മറ്റോ അവർക്കും കിട്ടിയിരിക്കും. അതാണ് സിസ്റ്റം. അതായത് എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ മുമ്പേ വന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യും? അത്രയും തുക കിട്ടുന്നേ ഉള്ളൂ. എൻ്റെ പിറകെ ആരും വരും, എൻ്റെ അപ്ലൈനും വരും, എൻ്റെ ഡൗൺലൈനും വരും. അവരെ കൈപിടിച്ച് ഉയർത്തി ആണ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു സിസ്റ്റമാണ്. എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും പ്രോഡക്റ്റ് വാങ്ങിച്ചുപയോഗിക്കുക. സാമ്പത്തികം നിങ്ങളെ അനുവദിക്കും എന്നെ അറിയില്ല. നിങ്ങൾക്ക് ആ സാമ്പത്തികം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ.
ശരി.